നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് നല്ല ദൈവാധീനമുള്ളൊരു സമയമാണ്. മാത്രമല്ല 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. കർമ്മസ്ഥാനത്തേക്ക് സ്വക്ഷേത്രത്തിലേക്ക് വരും. അപ്പോൾ ശുക്രൻ്റെ മാറ്റത്തോടുകൂടി തൊഴിലിൽ ഒന്നും കൂടി അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. നിവൃത്തി സ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം എന്തിനിറങ്ങിയാൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാകും, അതിനുശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളത്. അതേപോലെ തന്നെ അഷ്ടമത്തിൽ പോയിട്ടാണ് ആദിത്യനും ചൊവ്വയും ബുധനും ശനിയും നിൽക്കുന്നത്. അപ്പം 4 ഗ്രഹങ്ങൾ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അത് അഗ്നിമാർദ്ദ യോഗം ചെയ്തിട്ട്. അപ്പം അങ്ങനെയുള്ളത് കാരണം രോഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ചൊവ്വയും ശനി അഗ്നിമാർദ്ദ യോഗം ചെയ്താണ് നിൽക്കുന്നത്. 2ാം ഭാവാധിപതിയും ലഗ്നാധിപതിയും അഷ്ടമത്തിൽ തന്നെയാണ്. അപ്പോൾ വീഴ്ച സംഭവിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കേസ്, കലഹങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത് ലഗ്നത്തിൽ നിൽക്കുന്നത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. കേതു ലഗ്നത്തിൽ നിൽക്കുമ്പോൾ തലവേദന ഉണ്ടാകുക, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ 2ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയത് കാരണം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഈ മാസം പ്രത്യേകിച്ച് വലിയ ഇടപാടുകളൊന്നും നടത്താതെ സ്വസ്ഥമായി ഇരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ഇടപാടുകൾ നടത്താതെ പരമാവധി കുറയ്ക്കുക. കുറച്ച് സംഘർഷഭരിതമായിരിക്കുന്ന അവസ്ഥയാണ്. തൊഴിലിന് പ്രശ്നമില്ലെങ്കിലും മറ്റ് ബാഹ്യമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സമാധാനക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുള്ള സമയമാണ്. ഇപ്പോൾ മാനസികമായിട്ട് പരസ്പരം ഐക്യക്കുറവുള്ളവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർ തമ്മിൽ ചിലപ്പം വിവാഹ ബന്ധത്തിൽ തന്നെ വിള്ളലേൽക്കാനായിട്ട് സാധ്യതയുണ്ട്. കേസ് കൊടുക്കുക, വിവാഹബന്ധം വേർപെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ദാമ്പത്യ ബന്ധം നഷ്ടപ്പെടാനും യോഗമുള്ള സമയം കൂടിയാണ്. മാത്രമല്ല പുതിയ പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെ മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ടതായിരിക്കുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാരണമുണ്ട്. 4ഓളം ഗ്രഹങ്ങൾ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്ന കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഗുണം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വീട് വിട്ടു നിൽക്കാൻ ഇടവരികയോ ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിർബന്ധിതമാകുന്നൊരവസ്ഥയുണ്ടാകും. അതേപോലെ ശത്രു സ്ഥാനാധിപതിയും രോഗാധിപതിയും അഷ്ടമത്തിൽ പോയി എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട്. പ്രഷർ, ഷുഗർ മുതലായിട്ടുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. നടുവേദന പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ മറ്റ് 4ഓളം ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവസ്ഥിതി കൂടാതെ അത് കണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു തലവേദന പോലെയുള്ള രോഗങ്ങൾ, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന രാഹു ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നാഗദോഷത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.